മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കു ശേഷം കൈ വളഞ്ഞതായി പരാതി. പേലേപ്പുറം മങ്ങമ്പറമ്പിൽ സുരേന്ദ്രനാണ് കഴിഞ്ഞ മെയ് മാസം ബൈക്കിൽ നിന്ന് തെന്നി വീണ് പരുക്കേറ്റ കൈയുമായി മെഡിക്കൽ കോളേജിലെത്തിയത്. ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം കൈകെട്ടി തിരിച്ചയച്ചു. 3 ആഴ്ച കഴിഞ്ഞിട്ടും വേദന കുറഞ്ഞില്ല. വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി കെട്ടടിച്ചു നോക്കിയപ്പോൾ കൈപ്പത്തിയോട് ചേർന്നുള്ള ഭാഗം വളഞ്ഞിരിക്കുന്നു. മെയ് മാസത്തിലാണ് ഇത് സംഭവിച്ച. കയ്യിന് പറ്റിയിട്ടുള്ളത്. പിന്നെ ബൈക്കിൽ നിന്ന് മറിഞ്ഞിട്ട് ബൈക്ക് തെന്നി വീണതാണ്. ഇത് കൈ പൊട്ട് കൈ ഇങ്ങനെ ബെൻഡാവുകയും പൊട്ടുകയും ചെയ്തു. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടുന്ന് അവർ കയ്യിന് പൊട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൈയിൻ്റെ അടിയിൽ മാവിട്ടിട്ട് തുണി വെച്ച് ചുറ്റി കെട്ടുക ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അടുത്ത ആഴ്ച വന്നപ്പോഴും അതുപോലെ കെട്ടഴിച്ചിട്ട് ചുറ്റി കെട്ടി വീണ്ടും അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അതുപോലെ 3 ആഴ്ച അതേപോലെ കെട്ടി പോന്നു. എന്നതിന് ശേഷം വീണ്ടും ചെന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കൈ വീണ്ടും പൊട്ടിച്ചിട്ട് എന്നിട്ട് എന്നതിന് ശേഷമാണ് പ്ലാസ്റ്റർ ഇട്ടത്. എന്നതിന് ശേഷം പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കെട്ടഴിച്ചിട്ട് അവർ പറഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ തെറാപ്പി ചെയ്താൽ മതി. അപ്പോൾ തെറാപ്പി ചെയ്യേണ്ട ഇതൊക്കെ കാണിച്ചു തന്നവർ വീട്ടിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേദന കൂടുതലായപ്പോൾ അവർ വേദനയ്ക്കുള്ള ഗുളികയും തന്നു, പറഞ്ഞയച്ചു. എന്നിട്ട് വീണ്ടും ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇനി ഇത് ശസ്ത്രക്രിയ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. കിട്ടുന്നതിന് മുന്നേ അവർ നമ്മളെ കൊണ്ട് എക്സ്റേ എടുപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ 3ാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴാണ് അവർ അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടില്ല. എന്നിട്ടാണ് ഈ പൊട്ടിക്കുന്നത്. പിന്നെ നമുക്ക് സംസാരിക്കാൻ ഇപ്പോൾ അവിടെ വലിയ ഡോക്ടർ അവർക്കൊക്കെ അറിയുന്ന ആളുകളല്ലേ. പിന്നെ നമ്മൾ വരുന്നൊന്നും പറയുന്നില്ല. അവർ പറയുന്നതൊക്കെ കേൾക്കാന്നുള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ചെന്നതിന് ശേഷം പിന്നെയാണ് അവർ പറയുന്നത് ശസ്ത്രക്രിയ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പുറത്ത് വേറെ ഡോക്ടറെ കാണിച്ചു. ഏകദേശം 1 മാസത്തിന് ശേഷം 2 മാസം പോലെയായി. കാരണം 3-4 പ്രാവശ്യത്തിൽ കെട്ടൽ തന്നെ ആയിരുന്നല്ലോ. എന്നതിന് ശേഷമാണ് അവർ പൊട്ടിച്ച് ആഴ്ചയിൽ കെട്ടലായിരുന്നു. എന്നതിന് ശേഷമാണ് അവർ പൊട്ടിച്ചിട്ട് പിന്നെ പ്ലാസ്റ്റർ ഇട്ടത്. അതുവരെ അവർ ചെയ്തില്ല. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ എൻ്റെ കൈ ഇതെങ്ങനെയാണ്, ഇതേപോലെ ഇങ്ങനെ ആവുന്നില്ല. ഇതാണ് ഇങ്ങനെ ആവുള്ളൂ. പിന്നെ കണ്ടില്ലേ വളവ്. പിന്നെ തന്നെ എൻ്റെ കൈ രണ്ട് വലിപ്പം ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും വ്യത്യാസമാണ് എൻ്റെ കൈ. ഡോക്ടർമാർ ചേർന്ന് കൈ വലിച്ചൊടിച്ച് നേരെയാക്കാൻ ശ്രമിച്ചതായും സുരേന്ദ്രൻ പറയുന്നു. ചികിത്സയുടെ കടുപ്പം കാരണം സുരേന്ദ്രൻ തലകറങ്ങി തളർന്നുപോയി. വീട്ടിലെത്തിയ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പ്ലാസ്റ്റർ വെട്ടിയപ്പോഴും വളവ് അതുപോലെയുണ്ട്. പരാതിപ്പെട്ടപ്പോൾ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാരും. മെഡിക്കൽ കോളേജിൽ നിന്നും 93 കേരള.